പെട്രോളൊന്നും അടിക്കില്ലടി അവൻ. ഇല്ല, അതിന്റെ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ പെട്രോളിന്റെ ഇപ്പോഴത്തെ വിലയിൽ പെട്രോൾ അടിക്കാനും പറ്റൂല, അവനെ കുറ്റം പറയാക്കൂല. പെട്ടെന്ന് വരണേ. ആ വണ്ടി കിട്ടിയേട്ടാ? ക്ലീറ്റോച്ചേട്ടനെ കണ്ട വണ്ടി കിട്ടിയാ? കണ്ടോണ്ടിരിക്കല്ലേ? ക്ലീറ്റോ എവിടെ? എന്നിട്ട് ക്ലീറ്റോനെ കണ്ടാ നീ? വണ്ടി എവിടെയായിരുന്നു? എടീ കനകന്റെ വണ്ടി പോയാ അത് കൊണ്ടുവരാൻ കനകനെ അറിയാം. എന്റെ പൊന്നി, ഞാൻ സ്വർണ്ണക്കട്ടി എവിടെയെങ്കിലും എടുത്ത് വെച്ചേക്ക് കേട്ടോ. സ്വർണ്ണക്കട്ടി അതാണോ കാര്യം? ഒരാളുടെ ചോദിക്കാൻ പറയാൻ എടുത്തിട്ട് പോണത്? എന്തിനാ എടുത്തിട്ട്? ആ കിട്ടി. എന്തിനാ എടുത്തിട്ട് പോയവൻ? അത് മറ്റേ നടരാജൻ ചേട്ടനാ. നടരാജന്റെ കാല് മുറിഞ്ഞിട്ട് കാല് ഇനി കാലില്ല. എടീ പെട്രോളിന്റെ വിലവർദ്ധനവിനെതിരെ സമരം ചെയ്യാൻ പോയതാണ് അവര്. ഇന്നലെ പത്രം വായിച്ചത്. യുവമാർ ചേർന്നറിയാം, യുവനവൻ്റെ അണികളോട് ചേർന്നിട്ട് സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ കൂടെ പെട്രോൾ ഒഴിക്കാത്ത വണ്ടി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കുക കളിക്കുന്നു. അവിടെ ആകെ ഗതാഗത കുരുക്ക്. CM വരുന്ന സമയമായിരുന്നു. 3 പിടിച്ചാത്തോണ്ട് പോയി. അയ്യോ പിന്നല്ലാതെ പോകുന്ന ദിവസങ്ങൾ കാണിക്കുന്ന മര്യാദയില്ലേ? എന്നിട്ട് ഇപ്പൊ എവിടെയാ? അവരുടെ പ്രതിഷേധ പ്രകടനത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എടി പെട്രോൾ വിലക്കയറ്റത്തിനെതിരാണല്ലോ അവർ സമരം ചെയ്തത്. അപ്പോൾ പോലീസുകാരൊരു തീരുമാനം എടുത്തു. പെട്രോൾ അടിക്കാതെ ഓടാൻ പറ്റുന്ന 3 വണ്ടി 3 പേർക്ക് കയറ്റി കൊടുക്കാനായിട്ട്. 8 മണിയണ്ണനാണ് അതിന്റെ ഡ്യൂട്ടി. വണ്ടി ഇഷ്ടപ്പെട്ടാടാ? എന്നാ ഷാട്ടി ഷാട്ടി. സാറേ സെൽഫ് കംപ്ലൈന്റ് വർക്ക് ചെയ്യുന്നില്ല. അത് ഒന്നുകൂടെ നോക്ക്. ഇല്ല സാറേ എടുക്കണില്ല. ചവിട്ടി ഷാട്ടി. കിക്കറാ? കിക്കറടി. വിട്ടോ കൊല്ലത്ത് പോയാൽ നിർത്താവൂ. അത് വരെ തിരിഞ്ഞു നോക്കരുത്. പോ തിരിഞ്ഞു നോക്കണ്ട. പോ.